നമസ്കാരം. യജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 അക്ഷര കേരളി പരീക്ഷാ പതിപ്പിലെ +1 തുല്യത ഹിസ്റ്ററി മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ചോദ്യോത്തരങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ നിർബന്ധമായും ഫസ്റ്റ് കമന്റും കൂടി ഒന്ന് നോക്കുക. ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. 4 എണ്ണമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. എ കോളത്തിൽ തന്നിരിക്കുന്നത് എബ്രഹാം ഡാർവി മൂന്നാമൻ, ജോൺ കെ, ജെയിംസ് വാട്ട്, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ബി കോളത്തിൽ ആവിയന്ത്രം, പവർ ലൂം, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം, ഫ്ലൈയിങ് ഷട്ടിൽ. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ഈ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പട്ടിക പേജ് നമ്പർ 104-ലും 105-ലും ഉണ്ട്, നോക്കുക. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർ ലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർ ലൂം. പേജ് നമ്പർ 104-ലെ തുണി വ്യവസായ രംഗത്തെ കണ്ടുപിടുത്തങ്ങളൊന്ന് നോക്കാം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് ഹാർഗ്രീവ്സ്, സ്പിന്നിംഗ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ്, സ്പിന്നിംഗ് ജെന്നി. റിച്ചാർഡ് ആർക്രൈറ്റ്, വാട്ടർ ഫ്രെയിം. റിച്ചാർഡ് ആർക്രൈറ്റ്, വാട്ടർ ഫ്രെയിം. സാമുവൽ ക്രോംപ്റ്റൺ, മ്യൂൾ. സാമുവൽ ക്രോംപ്റ്റൺ, മ്യൂൾ. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർ ലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർ ലൂം. ഇനി പേജ് നമ്പർ 105-ലെ കൽക്കരി, ഇരുമ്പ്, ആവിശക്തി എന്നിവയിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളുടെ പട്ടികയെന്ന് നോക്കാം. എബ്രഹാം ഡാർബി ഒന്നാമൻ, ബ്ലാസ്റ്റ് ഫർണസ്. എബ്രഹാം ഡാർബി ഒന്നാമൻ, ബ്ലാസ്റ്റ് ഫർണസ്. എബ്രഹാം ഡാർബി രണ്ടാമൻ, വാർപ്പിരുമ്പ്. എബ്രഹാം ഡാർബി രണ്ടാമൻ, വാർപ്പിരുമ്പ്. എബ്രഹാം ഡാർബി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. എബ്രഹാം ഡാർബി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ഹെൻറി കോട്ട്, പുഡിംഗ് ഫർണസ്. ഹെൻറി കോട്ട്, പുഡിംഗ് ഫർണസ്. ഹെൻറി കോട്ട്, റോളിംഗ് മിൽ. ഹെൻറി കോട്ട്, റോളിംഗ് മിൽ. അപ്പോൾ പുഡിംഗ് ഫർണസും റോളിംഗ് മില്ലും ഹെൻറി കോട്ടിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് 2 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. രണ്ടാമത്തെ ചോദ്യം, നവോത്ഥാനം ആരംഭിച്ചത് എവിടെ? നവോത്ഥാനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻസ്: ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ. ഉത്തരം ഇറ്റലി. ഉത്തരം ഇറ്റലി. പേജ് നമ്പർ 79-ലെ നവോത്ഥാനം എന്ന ചാപ്റ്ററിൽ നവോത്ഥാനം രൂപപ്പെടാനുണ്ടായ സാഹചര്യവും കല, സാംസ്കാരികം, ശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിൽ നവോത്ഥാനം ചെലുത്തിയ സ്വാധീനവും വിശദീകരിക്കുന്നുണ്ട്. പാഠഭാഗം നോക്കി കൂടുതൽ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഓപ്ഷൻസ്: മോസ്കോ, ലണ്ടൻ, വെനീസ്, ബെർലിൻ. ഉത്തരം വെനീസ്. ഉത്തരം വെനീസ്. നവോത്ഥാനത്തിന്റെ ഫലമായി സാംസ്കാരികമായി പുരോഗമിച്ച ഇറ്റാലിയൻ നഗരങ്ങളാണ് വെനീസ്, ജനീവ, ഫ്ലോറൻസ് തുടങ്ങിയവ. നാലാമത്തെ ചോദ്യം, മൊണാലിസ ആരുടെ ചിത്രമാണ്? മൊണാലിസ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻസ്: മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി, ഫിലിപ്പോ ബ്രൂണലേഷി, റാഫേൽ. ഉത്തരം ഡാവിഞ്ചി. ഉത്തരം ഡാവിഞ്ചി. പേജ് നമ്പർ 82-ൽ നവോത്ഥാന കാലഘട്ടത്തിലെ കലാസൃഷ്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയും അന്ത്യ അത്താഴവും മൈക്കൽ ആഞ്ചലോയുടെ അന്ത്യവിധിയും ലോകപ്രശസ്ത കലാസൃഷ്ടികളാണ്. അഞ്ചാമത്തെ ചോദ്യം, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചതാര്? രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻസ്: വില്യം ഹാർവി, ഗുട്ടൻബർഗ്, ഐസക് ന്യൂട്ടൻ, കെപ്ലർ. ഉത്തരം വില്യം ഹാർവി. ഉത്തരം
വില്യം ഹാർവി. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ വില്യം ഹാർവിയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. പേജ് നമ്പർ 85 നോക്കുക. ഇങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും നവോത്ഥാന കാലഘട്ടം ലോകത്തിന് നൽകിയ സംഭാവനകളാണ്. നവോത്ഥാനം എന്ന പാഠഭാഗം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്നും തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാവും. ആറാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. 4 എണ്ണമാണ് എഴുതുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ചുവടെ തന്നിരിക്കുന്നത് നോക്കാം. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, റഷ്യൻ വിപ്ലവം, ചൈനയിലെ ലോങ് മാർച്ച്. ഇത് ആധുനികതയിലേക്ക് എന്ന 9ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി ഇതൊന്ന് കാലഗണനാക്രമത്തിൽ എഴുതാം. 1. റഷ്യൻ വിപ്ലവം 1917. റഷ്യൻ വിപ്ലവം 1917. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 3. ചൈനയിലെ ലോങ് മാർച്ച് 1934. ചൈനയിലെ ലോങ് മാർച്ച് 1934. 4. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. 4. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. ഒന്നുകൂടി നോക്കാം. റഷ്യൻ വിപ്ലവം 1917. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 3. ചൈനയിലെ ലോങ് മാർച്ച് 1934. 4. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. ഈ ക്രമത്തിൽ എഴുതുക. 7ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുവാൻ തന്നിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ, സഹാറ മരുഭൂമി, മക്ക, ബാഗ്ദാദ് എന്നിവയാണ്. ഇത് മധ്യ പൗരസ്ത്യ ദേശത്ത് ഇസ്ലാം എന്ന 3ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാപ്പ് നോക്കി മനസ്സിലാക്കുക. ഈ മാപ്പ് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തുക. അടുത്തത് 8 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 8ാമത്തെ ചോദ്യം, ഹോമോയുടെ 2 ഉപവിഭാഗങ്ങളുടെ പേരെഴുതുക. ഹോമോയുടെ 2 ഉപവിഭാഗങ്ങളുടെ പേരെഴുതുക. പേജ് നമ്പർ 11 നോക്കുക. ഹോമോയെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ട്സ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ട്സ്, ഹോമോ സാപ്പിയൻസ്. ഇതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതുക. 9ാമത്തെ ചോദ്യം, റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. പേജ് നമ്പർ 24 റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. നോക്കാം. റോമാ സാമ്രാജ്യം, സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം, സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യം, സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്, ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അരാമിക് ഭാഷ സംസാരിച്ചു. ഇറാനിയൻ സാമ്രാജ്യം, സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്, ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അരാമിക് ഭാഷ സംസാരിച്ചു. 10ാമത്തെ ചോദ്യം, പ്രാചീന മനുഷ്യന് തീ കൊണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. പ്രാചീന മനുഷ്യന് തീ കൊണ്ട് ഉണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. പേജ് നമ്പർ 12 പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗം വിശദീകരിച്ചിട്ടുണ്ട്. നോക്കാം. തീയുടെ ഉപയോഗങ്ങൾ: ഗുഹയ്ക്കുള്ളിൽ പ്രകാശവും ചൂടും ലഭിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, ശിലായുധങ്ങൾ രൂപപ്പെടുത്താൻ, വന്യജീവികളെ ആട്ടിയോടിക്കാൻ. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു 2 എണ്ണം എഴുതുക. 11ാമത്തെ ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ 2 നേതാക്കളുടെ പേരെഴുതുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ 2 നേതാക്കളുടെ പേരെഴുതുക. പേജ് നമ്പർ 99 നോക്കുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നിരവധി നേതാക്കളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെയാൾ ഫ്രാൻസിസ്കോ മിറാണ്ടയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോസെ സാൻ മാർട്ടിൻ
സൈമൺ ബൊളീവർ എന്നിവർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകി. ഇപ്പോൾ ഫ്രാൻസിസ്കോ മിറാണ്ട, ജോസെ സാൻ മാർട്ടിൻ, സൈമൺ ബൊളീവർ, ഇതിലേതെങ്കിലും ഒരു രണ്ട് പേര് എഴുതുക. 12ാമത്തെ ചോദ്യം, നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും രണ്ട് ചിത്രകാരന്മാരുടെ പേരെഴുതുക. നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും രണ്ട് ചിത്രകാരന്മാരുടെ പേരെഴുതുക. പേജ് നമ്പർ 82 നോക്കുക. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവർ നവോത്ഥാന കാലത്തെ പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവർ നവോത്ഥാന കാലത്തെ പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരായിരുന്നു. ഇതിൽ രണ്ടുപേരുടെ പേരെഴുതുക. നവോത്ഥാനം എന്ന പാഠഭാഗത്ത് നവോത്ഥാന കാലത്തെ ചിത്രകലകളെക്കുറിച്ചും ചിത്രകാരന്മാരെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. പാഠഭാഗം നോക്കി കൂടുതൽ മനസ്സിലാക്കുക. 13ാമത്തെ ചോദ്യം, ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. പേജ് നമ്പർ 65 നോക്കുക. ഫ്യൂഡലിസം എന്നത് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു. ഭൂമി കൈവശം വയ്ക്കുന്നതിനെ ആധാരമാക്കി ഉന്നത തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്ക് അധികാരം കൈമാറുന്ന ഒരു ശൃംഖലാ സംവിധാനമായിരുന്നു ഇത്. അതുപ്രകാരം അന്നത്തെ സമൂഹം 3 തട്ടുകളിലായാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ പുരോഹിതന്മാരും തൊട്ടു താഴെ പ്രഭുക്കന്മാരും ഏറ്റവും താഴെയായി കർഷകരും ഉൾപ്പെടുന്നതാണ് ഈ ശ്രേണി. ഭൂമി കൈവശം വെക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ സംവിധാനമാണ് ഫ്യൂഡലിസം. 14ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും രണ്ട് ലക്ഷ്യങ്ങൾ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും രണ്ട് ലക്ഷ്യങ്ങൾ എഴുതുക. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക. രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതുക. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളും സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസികളും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ഘടകങ്ങൾ: പൊതുസഭ, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇപ്പോൾ ഘടകങ്ങൾ: പൊതുസഭ, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇനി സംഘടനയുടെ കീഴിലുള്ള ഏജൻസികളൊന്ന് നോക്കാം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ILO. ലോകാരോഗ്യ സംഘടന WHO, ലോകാരോഗ്യ സംഘടന WHO. ഭക്ഷ്യ കാർഷിക സംഘടന FAO, ഭക്ഷ്യ കാർഷിക സംഘടന FAO. അന്താരാഷ്ട്ര നാണയനിധി IMF, അന്താരാഷ്ട്ര നാണയനിധി IMF. യുനെസ്കോ, യൂണിസെഫ്, അന്താരാഷ്ട്ര അണുശക്തി ഏജൻസി. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 15ാമത്തെ ചോദ്യം, റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. പേജ് നമ്പർ 119 നോക്കുക. സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു. സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു. കൃഷിഭൂമി കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. കൃഷിഭൂമി കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു. ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു. ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. 16ാമത്തെ ചോദ്യം, മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? പേജ് നമ്പർ 114 നോക്കുക. 1868 ജപ്പാനിൽ നിലവിലുള്ള പട്ടാള ഭരണാധികാരികളായ ഷോഗന്മാരെ പുറത്താക്കുകയും മെയ്ജി ചക്രവർത്തിയുടെ ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കിഴക്കൻ തലസ്ഥാനം എന്നർത്ഥമുള്ള ടോക്കിയോ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. ഇതാണ് മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെയ്ജി ചക്രവർത്തിമാരുടെ ഭരണത്തോടെ ജപ്പാൻ സാമ്പത്തികമായും സൈനികമായും വ്യാവസായികപരമായും മുന്നിലെത്തി. 17ാമത്തെ ചോദ്യം, ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക.
പേജ് നമ്പർ 116 നോക്കുക. ചൈനയിൽ ചിയാങ് കൈഷക്കിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായി പ്രതികരിക്കുകയും അതുമൂലം കൈഷക്കിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി മാവോ സേ തുങ്ങും അനുയായികളും പുതിയ താവളങ്ങൾ തേടി 1934 കിഴക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ ഒരു യാത്ര നടത്തി. ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഈ മാർച്ചാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശക്തി പകർന്നത്. അടുത്തത് 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 18ാമത്തെ ചോദ്യം, അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എഴുതുക. അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എഴുതുക. പേജ് നമ്പർ 41. അബ്ദുൽ മാലിക്കിന്റെ ഭരണകാലത്ത് അറബ് ഇസ്ലാമിക സത്വ ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അറബി ഭരണ ഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. അറബി ഭരണ ഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഇവയൊക്കെ അബ്ദുൽ മാലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു. 19ാമത്തെ ചോദ്യം, ഡോക്ടർ സന്യാസിനിന്റെ 3 തത്വങ്ങൾ എഴുതുക. ഡോക്ടർ സന്യാസിനിന്റെ 3 തത്വങ്ങൾ എഴുതുക. പേജ് നമ്പർ 116 നോക്കുക. 17ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ ചൈന ഭരിച്ചിരുന്ന മഞ്ചു ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് 1911 ഡോക്ടർ സന്യാസിനിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. ഡോക്ടർ സന്യാസിനെ ആധുനിക ചൈനയുടെ സൃഷ്ടാവായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ 3 തത്വങ്ങൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ്. ദേശീയതയുടെ ലക്ഷ്യം വിദേശ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് ചൈനയെ മോചിപ്പിച്ച് ശക്തമായ ഒരു രാഷ്ട്രമാക്കുക. ജനാധിപത്യം, ജനങ്ങൾക്ക് വോട്ടവകാശവും ഭരണത്തിൽ പങ്കാളിത്തവും ഉറപ്പാക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം, ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ ക്ഷേമം ഉറപ്പുവരുത്തുക. സോഷ്യലിസം, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സാമൂഹികവും സാമ്പത്തികവുമായ സമത്വം ഉറപ്പാക്കുകയും ചെയ്യുക. 20ാമത്തെ ചോദ്യം, ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വിശദമായി പറയാം. പേജ് നമ്പർ 92 നോക്കുക. മധ്യ അമേരിക്കയിലെ പുരാതന സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആസ്ടെക് സംസ്കാരം. 12ാം നൂറ്റാണ്ടോടെ ആസ്ടെക്കുകൾ മെക്സിക്കോയുടെ മധ്യ താഴ്വാരങ്ങളിലേക്ക് കുടിയേറി. മറ്റു ഗോത്രങ്ങളെ തോൽപ്പിച്ച് അവർ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അവർ സമൂഹത്തെ പല തട്ടുകളിലായി തിരിച്ചിരുന്നു. പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, പുരോഹിതന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിന്റെ മുകൾ തട്ടിൽ. വ്യാപാരികൾക്കും വിദഗ്ധരായ കൈത്തൊഴിലുകാർക്കും ബിഷപ്പുരന്മാർക്കും വിവേകികളായ അധ്യാപകർക്കും സമൂഹം ആദരവ് നൽകിയിരുന്നു. ആസ്ടെക്കുകളുടെ മറ്റ് സാംസ്കാരിക സവിശേഷതകൾ നോക്കാം. മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. ഫലഭൂയിഷ്ടമായ കൃത്രിമ ദ്വീപുകളിൽ തെനോച്ചിത്ലാൻ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു. സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തു. ഗോത്രങ്ങളായിരുന്നു ഭൂമിയുടെ ഉടമകൾ. കർഷകർ അടിമകളെ പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി. 16ാം നൂറ്റാണ്ടോടെ ആസ്ടെക് സംസ്കാരം ദുർബലമാകുവാൻ തുടങ്ങി. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.